അച്ഛനും മകനും കഴുതയെ കൊണ്ടുപോയ പോലെ കഴുതയെ നടത്തിക്കൊണ്ടുപോയ കുഴപ്പം, കഴുതന്റെ മേലെ അച്ഛനെ കയറ്റിക്കൊണ്ടുപോയ കുഴപ്പം, കഴുതന്റെ മേലെ മകനെ കയറ്റിക്കൊണ്ടുപോയ കുഴപ്പം, ആരെയും കഴുതന്റെ മേലെ കയറ്റാതെ കഴുതനെ നടത്തിക്കൊണ്ടുപോയ കുഴപ്പം, അവസാനം മുളമ്പില് കഴുതനെ കെട്ടിയിട്ടിട്ട് ഈ എന്താ പറയാ കഴുതനെ താങ്ങി പിടിച്ച് അച്ഛനും മോനും കൂടി നടന്നു പോയ കയ്യാണ്. സതീശൻ ഈ മരമണ്ടത്തിൽ നിന്ന് നിൽക്കില്ല, നമുക്കൊക്കെ അറിയാം. ലിജു നിൽക്കില്ലെന്ന്, ലിജുവും സതീശനും തമ്മിൽ ഇങ്ങനെ കൊമ്പ് കോർക്കുന്നില്ല, അല്ലേ? കൊമ്പ് കോർക്കുന്നില്ല. ലിജു ആദ്യമായിട്ടാണ് മന്ത്രിസഭയിലേക്ക് വരുന്നത്. ഈ ഏറ്റവും വിവാദപരമായ ഒരു വകുപ്പിനെ കിട്ടും ചെയ്തു. ഇതില് ഒരു തർക്കത്തിന് സ്കോപ്പില്ലാന്നേ. എന്ത് വല്ല കാര്യമുണ്ടോ? ആർക്ക് പ്രയോജനമേ? എല്ലാ ദിവസവും വൈകുന്നേരം ചാനൽ ചർച്ചകൾ, മദ്യത്തിന് വില കുറച്ചു, സതീശൻ വില കുറച്ചു, സതീശൻ ഞാൻ കൂട്ടാൻ പോവുക, സതീശൻ നികുതിയാണ്ട് കൂട്ടാൻ പോകാന്ന് വിചാരിക്കും. ഒന്നും സംഭവിക്കില്ല. മറ്റൊന്ന്, ഈ മദ്യം വാങ്ങുന്ന ആൾക്കാർ ഈ വീര്യം കുറഞ്ഞ മദ്യം വാങ്ങുന്ന ആൾക്കാർ, താല്പര്യമുള്ള ആൾക്കാരൊക്കെ വാങ്ങും. ഒരു മദ്യത്തിന് ഇപ്പോൾ 50 രൂപ അല്ലെങ്കിൽ 100 രൂപയോ 200 രൂപയോ ഒരു മദ്യത്തിന് കൂടിയെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആരും വാങ്ങാതിരിക്കുന്നില്ല. ആവശ്യമുള്ള ആൾക്കാർ വാങ്ങും. അതല്ലാതെ ഇവർ പറയുന്ന കുട്ടി ഈ എന്താ പറയാ ഈ ചീപ്പ് വർത്താനം പറയണം. അതാണ് ഇത്. മാർക്കറ്റിൽ അപ്പോഴത്തേക്ക് കുട്ടിയേക്ക് വാങ്ങാൻ കിട്ടും. കുട്ടിയേക്ക് എങ്ങനെ വാങ്ങാൻ കിട്ടുക? ഇത് പെട്ടിപ്പീടിയിലൊന്നും വിൽക്കില്ലല്ലോ. ഇത് ബീവറേജ് ഷോപ്പിലല്ലേ വിൽക്കുക. ബീവറേജ് ഷോപ്പിലും ബാറിലാണ് വിൽക്കുക. ഇപ്പം വിൽക്കുന്ന മാതിരി തന്നെ. ഇപ്പം വിൽക്കുന്ന പോലെ കുട്ടികൾ ബാറിൽ പോയി കണ്ട് കുട്ടിയെ അടിക്കാൻ പറ്റുമോ? ബീവറേജസിന്റെ കുട്ടിയൊക്കെ ലൈനിൽ നിന്ന് കണ്ട് വാങ്ങാൻ പറ്റുമോ? പിന്നെ പറയുന്നത് സ്ത്രീകൾക്ക് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയ പ്രയോഗമാണ്. എന്താ സ്ത്രീകൾക്ക് മദ്യപിച്ചൂടെ? ഈ വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മദ്യപാന ആസക്തി കൂടിക്കൊട്ടേനെ. ഇതെന്താ അവിടെ പുരുഷന്മാർക്ക് മാത്രമേ മദ്യപിക്കാൻ പറ്റുള്ളൂ, സ്ത്രീകൾക്ക് മദ്യപിക്കാൻ പറ്റില്ല എന്ന് ഇവിടെ ആരാ പറഞ്ഞത്? അങ്ങനെ വല്ല നിയമമുണ്ട് നാട്ടില്? നമ്മളെ ഭരണഘടനയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ പുരുഷന്മാർക്ക് മാത്രമേ മദ്യപിക്കാൻ പറ്റുള്ളൂ, സ്ത്രീകൾക്ക് മദ്യപിക്കാൻ പറ്റില്ല എന്ന്? ആര് എവിടെ പറഞ്ഞിട്ടുണ്ട്? എന്താ ഈ ബീവറേജസിന്റെ ലൈനിൽ സ്ത്രീകൾ പോയി നിന്നൂടെ? എത്ര സ്ത്രീകൾ നിൽക്കാറുണ്ട് ബാറുകളിൽ? എത്ര സ്ത്രീകൾ പോയി മദ്യപിക്കാറുണ്ട്? ഇത് സ്ത്രീകൾക്ക് എന്തോ മദ്യപിക്കാൻ, സ്ത്രീകളെ മദ്യപാന ആസക്തരാക്കുന്നു. സ്ത്രീകൾ നല്ല വീര്യം കൂടിയ മദ്യം കഴിക്കുന്ന സ്ത്രീകളുണ്ട്, വീര്യം കുറഞ്ഞ മദ്യം കഴിക്കുന്ന സ്ത്രീകളുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റഡ് ആയ ഒരു പ്രസ്താവന തന്നെയാണ്. സ്ത്രീകൾ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ നിങ്ങൾക്ക് ചപ്പടാച്ച് വർത്താനം പറയില്ലാന്നേ. നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാം. കുട്ടികൾക്ക് എന്തായാലും ഇപ്പൊ എങ്ങനെയാണോ കുട്ടികൾക്ക് ഈ വീര്യം കൂടിയ മദ്യം കുട്ടികൾക്ക് പ്രാപ്യമല്ല, കുട്ടികൾക്ക് വാങ്ങാൻ പറ്റില്ല. കുട്ടികൾ ഇനി വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് വെച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ അതിപ്പോഴും സംഭവിക്കും, പണ്ടും സംഭവിക്കും, ഇനിയുള്ള കാലത്തും സംഭവിക്കും. അത്രയേ ഉള്ളൂ. അതായത് സ്ത്രീകൾ മദ്യപിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവര് ബീവറേജസിന്റെ ലൈനിൽ പോയി നിൽക്കും, അവര് വാങ്ങും. ബാറിൽ പോവും, അവര് വാങ്ങും. അത്ര തന്നെ. അതിലിപ്പോ എന്താണ് ഇപ്പൊ? എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ ഒരു ലോജിക്ക് എന്താണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രസക്തിയും ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഇവരിങ്ങനെ ചർച്ച ചെയ്ത് നമുക്ക് എന്തൊരു ഒരു അസഹിഷ്ണുത തോന്നും, അല്ലേ? ഈ ഒരു ചർച്ചയും കാര്യങ്ങളും. സതീശൻ പറഞ്ഞു കഴിഞ്ഞു, ലിജു മറുപടി പറഞ്ഞു കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. കാത്തിരിക്കാം മദ്യനയം വരട്ടെ. ഇവര് ആ മദ്യനയം സ്വീകരിക്കില്ലേ എന്ന് കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. ഇനിയിപ്പോ വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ വിൽക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർ വീര്യം കൂടിയ ബക്കാഡിയുടെ ഓറഞ്ചോ വ്യത്യസ്ത ടേസ്റ്റുകളുള്ള ഈ ബക്കാഡിയുടെ മദ്യം വാങ്ങിയിട്ട് വെള്ളം ചേർത്തിട്ട് അല്ലെങ്കിൽ സോഡ ചേർത്തിട്ട് അവർ വീര്യം കുറഞ്ഞ മദ്യം കുടിക്കട്ടെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പ്രഖ്യാപിച്ച കാര്യം, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന സംബന്ധിച്ചുള്ള കാര്യം. ഇത് ഇനി ആർക്കാണ് മനസ്സിലാകാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിയമസഭയിൽ വി ഡി സതീശൻ പറഞ്ഞത്, വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇടത് സർക്കാർ നികുതി നിശ്ചയിച്ചിരുന്നില്ല. ഇതാണല്ലോ ഇതിൽ ഞാൻ ഇപ്പോൾ പറയുന്നതിൽ ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ല. വസ്തുതാപരമായ കാര്യങ്ങളാണ് പറയുന്നത്. 0.5% മുതൽ 20% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള വീര്യം കുറഞ്ഞ മദ്യം, അത്തരത്തിൽപ്പെട്ട ഒരു കാറ്റഗറി നിശ്ചയിച്ചത് ഇടതുപക്ഷ സർക്കാരാണ്. അതിൽ ഇടതുപക്ഷ സർക്കാരിനും വിയോജിപ്പില്ലല്ലോ. ഇവരെ സമീപിച്ചു ബക്കാഡി കമ്പനി പല പ്രാവശ്യം. അത് ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ടി പി രാമകൃഷ്ണൻ എക്സൈസ് മന്ത്രിയായിരുന്ന കാലത്ത്, അത് കഴിഞ്ഞിട്ട് എം വി ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്ന കാലത്ത്, അത് കഴിഞ്ഞിട്ട് എം പി രാജേഷ് എക്സൈസ് മന്ത്രിയായിരുന്ന കാലത്ത്, ഈ 3 എക്സൈസ് മന്ത്രിമാരുടെയും കാലത്ത് ബക്കാഡി കമ്പനി
വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ 3 എക്സൈസ് മന്ത്രിമാരോടും അഭ്യർത്ഥിച്ചിരുന്നല്ലോ. അതിനും തെറ്റില്ലല്ലോ. ഈ 3 മന്ത്രിമാരും നോ എന്ന് പറഞ്ഞില്ലല്ലോ. നോ എന്ന് പറഞ്ഞില്ലല്ലോ. TP രാമകൃഷ്ണനാവട്ടെ, MV ഗോവിന്ദനാവട്ടെ, MV രാജേഷ് ആവട്ടെ, ബെക്കാഡി കമ്പനി ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. എന്ന് പറഞ്ഞാൽ പ്രത്യേക കാറ്റഗറി ഉണ്ടാക്കി. പ്രത്യേക കാറ്റഗറി ഇതിനായി ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട്, അല്ലെ, അബ്കാരി ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് 0.5% മുതൽ 20% വരെ വീര്യമുള്ള ഒരു സ്പെഷ്യൽ കാറ്റഗറി, അല്ലെ, ലോ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള മദ്യം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറി ഉണ്ടാക്കി. ആരുടെ അഭ്യർത്ഥനയെ തുടർന്ന്? ബെക്കാഡി കമ്പനിയുടെ അഭ്യർത്ഥനയെ തുടർന്ന്. ഇതിന്റെ അടിയിൽ ഈ അന്തംഗമികൾ പറയുന്ന അന്തംഗമികൾ മാത്രമല്ല, ഈ ന്യായീകരണ തൊഴിലാളികൾ, സി പി എമ്മിന്റെ ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത്, ഞങ്ങൾ ഈ ലോ ആൽക്കഹോളിക് കണ്ടന്റ് ലിക്വറിന് പ്രൊവിഷൻ കൊടുത്തത് പഴവർഗ്ഗങ്ങളിൽ നിന്ന് ഇത്തരം മദ്യം ഉണ്ടാക്കാനാണ്. ഇവർ പറയുന്ന ആനക്കള്ളല്ലേ. ഇവര് ഈ നയരൂപീകരണത്തിൽ, അതായത് അബ്കാരി നയ രൂപീകരണ ചർച്ചയിൽ CPI-യുടെ ഒക്കെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ഇവരങ്ങനെ ഒരു പ്രൊവിഷൻ ഏതിലുണ്ടായിരുന്നു? അബ്കാരി നയത്തിലുണ്ടായിരുന്നു. ഓക്കെ, അബ്കാരി നയത്തിൽ ഇവർ ഇങ്ങനെ ഒരു കാര്യം വെച്ചിരുന്നു. അതായത് പഴവർഗ്ഗങ്ങളിൽ നിന്ന് ഈ ഇത്തരത്തിൽപ്പെട്ട ഈ ലോ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള മദ്യം ഉണ്ടാക്കാം. പക്ഷെ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ഈ മാങ്ങയും ചക്കയും മറ്റു പഴവർഗ്ഗങ്ങളും ഇതിങ്ങനെ എന്താ പറയാ ചീഞ്ഞു പോവുകയാണ് അത്രേ, വിൽക്കാൻ പറ്റാതെ. ആരോടാ പറയുന്നത്? ഇതിന് ശരി, ഇനി ഇവര് പറയുന്നത് വിശ്വസിക്കാം. ഇവിടെ ഇങ്ങനെ ചീഞ്ഞു പോവുകയാണ് എന്ന് പറയാം. മാങ്ങ വിൽപ്പന നടത്താൻ പറ്റുന്നില്ല, ചക്ക വിൽപ്പന നടത്താൻ പറ്റുന്നില്ല, കശുമാങ്ങ വിൽപ്പന നടത്താൻ പറ്റുന്നില്ല. ഇതിന്നൊക്കെ നമുക്ക് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാന്നാണ് ഇവരുടെ തീരുമാനം വിചാരിക്കുക. പക്ഷേ ഇത് സംബന്ധിച്ച് ഇവരുണ്ടാക്കിയ ചട്ടങ്ങളുണ്ടല്ലോ. ഇവര് ഈ അബ്കാരി നയത്തിൽ, ഇവരുടെ നയത്തില് രാഷ്ട്രീയപരമായി ഇവരുടെ തീരുമാനം എടുത്തു എന്ന് വിചാരിക്കുക. ഇതാണ് ഇതിന്റെ ആവശ്യം. പക്ഷേ ഇത് സംബന്ധിച്ച് ഇവര് ഈ ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതി ഉണ്ടല്ലോ, അബ്കാരി ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതിയിൽ ഒരിടത്തും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഫലവർഗ്ഗങ്ങളിൽ നിന്നുള്ള വൈന് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു വരി പോലില്ല. ഉണ്ടെങ്കിൽ പറ. നമ്മളിപ്പോ ഇന്ന് പത്രങ്ങളിൽ, ഇന്ന് എല്ലാ പത്രങ്ങളിലും ഇതിന്റെ വിശദാംശങ്ങൾ മുഴുവനുണ്ട്. എന്ന് പറഞ്ഞാൽ ഭേദഗതി ചെയ്ത ഈ ചട്ടങ്ങളിൽ ഇത്തരത്തിൽപ്പെട്ട ഹോട്ടി വൈൻ എന്ന് പറയുന്നേ ഇല്ല. അവർ പറയുന്നത് ലോ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള മദ്യം എന്ന് തന്നെയാണ്. ലോ ആൽക്കഹോളിക് ഉള്ള കണ്ടന്റ് ഉള്ള മദ്യം എന്ന് പറഞ്ഞാൽ ബെക്കാഡിയുടെ ആവശ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, LDF ആകെ എന്താ പറയാ, ഇനി അങ്ങോട്ട് നാറാനില്ല. നേരത്തെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, വെച്ച വെടി മുഴുവനും ഇവരുടെ ആസനത്ത് തന്നെയാണ് കുടുങ്ങുന്നത്. അപ്പൊ ഈ ബെക്കാഡി കമ്പനി വന്നത് ഒരു തവണയില്ല. അതാണ് ഏറ്റവും വലിയ രസം. ഇവര് ബെക്കാഡി കമ്പനി വർഷങ്ങളായി ഈ ഒരു വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ വിൽപ്പന നടത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ബെക്കാഡി കമ്പനിയുടെ ആവശ്യമാണ്. അവരുടെ ബിസിനസ് വളരണമല്ലോ. പ്രത്യേകിച്ച് കേരളം പോലുള്ള മദ്യത്തോട് കൂടുതൽ ആസക്തിയുള്ള ഒരു സംസ്ഥാനത്ത് അവരുടെ ആവശ്യമാണ്, ബെക്കാഡി കമ്പനിയുടെ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ആദ്യം തന്നെ TP രാമകൃഷ്ണനെ സമീപിക്കുന്നത്. TP രാമകൃഷ്ണൻ ഇത് പറ്റില്ല, ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഇത് എന്താ പറയാ, ഫയലിൽ വാങ്ങി വെച്ചു. അതിന്റെ തുടർ നടപടികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് MV ഗോവിന്ദനോട് ഇവർ ആവശ്യപ്പെട്ട് ഇതിന്റെ ചട്ടങ്ങളൊക്കെ മാറ്റണം, ഈ മദ്യപയുടെ വിൽപ്പന നടത്താൻ. അതിനനുസരിച്ചുള്ള നോട്ട് എഴുതിങ്ങാണ്ട് MV ഗോവിന്ദനും കൊടുത്തു. അതിലൊന്നും ഈ ഹോട്ടി വൈനില്ല, അതിലൊന്നും ഈ പഴവർഗ്ഗങ്ങളുടെ സംഭവം വരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് MV രാജേഷിന്റെ അടുത്ത് എത്തുന്നു. അപ്പൊ ഇവര് മുഴുവനും ഈ പറയുന്ന ലോ ആൽക്കഹോളിക് ഉള്ള കണ്ടന്റ് ഉള്ള മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താൻ തയ്യാറായതാണ്. പക്ഷേ ഇതിനൊരു നികുതി ഇവര് നിശ്ചയിച്ചില്ല. നികുതി നിശ്ചയിക്കാൻ VD സതീശൻ പറയുന്നത് അപ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പ് വന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിന്റെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. CPI ഒക്കെ ഇതിനെ എതിർത്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് മനസ്സിലാവുന്നത് LDF സർക്കാർ വളരെ കൃത്യമായി ഇത്തരം മദ്യം ഇവിടെ വിൽപ്പന നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷെ അത് അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ഇതാണല്ലോ എന്ന് പറഞ്ഞാൽ ഇവർ ഇതിനൊരു നികുതി നിശ്ചയിച്ചില്ല. ഇപ്പൊ ഈ അന്തംഗമികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ കൈരളി ചാനലിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഈ മദ്യത്തിന്, അതായത് ഈ ലോ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള 20% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള മദ്യത്തിന് 251% നികുതി ഈ LDF സർക്കാർ നിശ്ചയിച്ചു എന്നൊക്കെയാണ്. ആര് നിശ്ചയിച്ചു? എവിടെ നിശ്ചയിച്ചു? ഇല്ലാത്ത കള്ളത്തരം പറയാണെന്നേ. ലോ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള മദ്യത്തിന് നികുതി നിശ്ചയിച്ചിട്ടില്ല. ഇവരിപ്പം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പം അരുൺകുമാറൊക്കെ ഈ CPM-ന്റെ ന്യായീകരണ തൊഴിലാളിക്ക് വന്ന് പറയുന്നത് 0% ആണെങ്കിലും അതിന് 251% തന്നെയാണ് നികുതി.
അതെങ്ങനെയാണ് ശരിയാവുക? ഈ ആൽക്കഹോളിക് കണ്ടന്റ്, ഈ 251% നികുതിയുള്ള വീര്യം കൂടിയ മദ്യത്തിന് അതായത് വിദേശ മദ്യത്തിന്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് 40-42% ഇതിന്റെ ആൽക്കഹോളിക് കണ്ടന്റ്. അതിനാണ് 251% നികുതി. ഇപ്പൊ ബിയറിന് അല്ലെങ്കിൽ വൈനിനൊക്കെ ആൽക്കഹോളിക് കണ്ടന്റ് കുറവാണ്, അതിന്റെ നികുതിയും കുറവാണ്. അപ്പൊ ഈ ആൽക്കഹോളിക് കണ്ടന്റ് കുറഞ്ഞതിന് നികുതി എങ്ങനെയാണ് അതേ നികുതി തന്നെ നിശ്ചയിക്കുക? ഇത് എവിടുത്തെ പരിപാടിയാണ്? അങ്ങനെയാണ് കച്ചവടം നടക്കുക? ആരെങ്കിലും വാങ്ങുമോ? അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് 251% നികുതിയുള്ള ഹൈ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള മദ്യം, അതേ നികുതി തന്നെയാണ് ഈ ലോ ആൽക്കഹോളിക് ഉള്ള കണ്ടന്റ് ഉള്ള മദ്യത്തിനുമെങ്കിൽ ആരിത് വാങ്ങും? ഇതിന്റെ ഒരു എന്താ പറയുക, യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കണ്ടേ? അതായത് ഇപ്പൊ ബെക്കാഡി കമ്പനിയുടെ നിരവധിയായ മദ്യങ്ങൾ വിപണിയിലുണ്ട്. അതായത് ഹൈ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള നിരവധി ബെക്കാഡിയുടെ വിവിധ തരത്തിലുള്ള വിവിധ ഫ്ലേവറിലുള്ള മദ്യമങ്ങൾ നമ്മുടെ എന്താ പറയാ, നമുക്ക് ബീവറേജ് വാങ്ങാൻ കിട്ടും. ലെമണിന്റെ ടേസ്റ്റ് ഉള്ളത്, ഓറഞ്ചിന്റെ, പൈനാപ്പിളിന്റെ, അങ്ങനെ വിവിധങ്ങളായ ടേസ്റ്റുകളുള്ള ബെക്കാഡിയുടെ മദ്യങ്ങളുണ്ട്. അത് വേണമെങ്കിൽ ഇവർക്ക് നേർപ്പിച്ചിട്ട് ഈ പറയുന്ന ലോ ആൽക്കഹോളിക്കുള്ള കണ്ടന്റ് ആക്കി മാറ്റം ആർക്ക്? ഇത് വാങ്ങുന്ന ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ ഇവർ കഴിക്കുന്നത്, അല്ലേ? ഇതിപ്പോ റെഡി ടു ഡ്രിങ്ക് ആയിട്ട് അതിൽ കൂടുതൽ എന്താ വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് മിശ്രിതപ്പെടുത്തിയ രൂപമാണ് ഈ പറയുന്ന ലോ ആൽക്കഹോളിക് കണ്ടന്റ്. അപ്പൊ സ്വാഭാവികമായിട്ട് നികുതി കുറയ്ക്കണ്ടേ? നികുതി കുറയ്ക്കണം. അല്ലാതെ ഇതിലൊക്കെ 251% തന്നെ നികുതി എന്ന് ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലായി കൂടെ? അപ്പൊ സതീശൻ ചെയ്തത് ഇതിന് വല്ലാണ്ട് കുറഞ്ഞ നികുതി ഒന്നല്ല. കാരണം ബിയറിനെക്കാളും വൈനിനെക്കാളും കൂടുതൽ നികുതി, അതായത് 120%. ഈ ഹൈ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതിന് 251. സതീശൻ നിശ്ചയിച്ചത് 10% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതിന് 120%, 10% മുതൽ 20% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതിന് 175%. 175 നിന്ന് പിന്നെ 251 വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം അതിന്റെ ഇരട്ടി ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതിനാണ് 251. അതിന്റെ നേരെ പകുതി ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതിനാണ് 175. അപ്പൊ വളരെ ന്യായമായ ഒരു ടാക്സ് ആണ് സതീശൻ നിശ്ചയിച്ചത്. സതീശൻ തന്നെ പറഞ്ഞു ഇത് മറ്റ് സംസ്ഥാനങ്ങളിലെ നികുതിയേക്കാൾ കൂടുതലാണ്. ശരി, ഇതാണ് വിവാദം, അതവിടെ നിൽക്കട്ടെ. ഈ നിയമസഭയിൽ സതീശൻ വളരെ കൃത്യമായി പറഞ്ഞു, ഇത് ഒരു നികുതി നിർദ്ദേശമാണ്. ധനകാര്യമന്ത്രി എന്നുള്ള രീതിയിൽ സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ പറയുന്ന പുതിയൊരു കാറ്റഗറി നേരത്തെ തന്നെ LDF സർക്കാർ ഉണ്ടാക്കിയ ഒരു സംഭവം, ആ സംഭവത്തിന് ഒരു നികുതി നിശ്ചയിച്ചു. ഇത്രയല്ല ചെയ്തിട്ടുള്ളൂ. നികുതി നിശ്ചയിച്ചത് കൊണ്ട് ഈ മദ്യം ഇവിടെ വിൽക്കാൻ പറ്റില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിലൊരു നികുതി നിശ്ചയിച്ചു. ഇനി മറ്റൊന്ന്, ഇതിപ്പം ഫിനാൻസ് ബില്ലിൽ വന്നു വിചാരിക്കുക. ഇത് അടുത്ത ഘട്ടം, ഇത് ഫിനാൻസ് ബില്ലിൽ വരണം. ഈ ഫിനാൻസ് ബില്ലിൽ വന്നാലും ഈ ബെക്കാഡി കമ്പനിക്ക് ഈ മദ്യം ഇവിടെ വിൽക്കാൻ പറ്റില്ല. വിൽക്കാൻ പറ്റണമെങ്കിൽ അത് ഇന്ന് ലിജു പറഞ്ഞു. എക്സൈസ് മന്ത്രി ലിജു വളരെ കൃത്യമായി പറഞ്ഞു. ലിജു പറഞ്ഞു, ഈ മദ്യം, അതായത് വീര്യം കുറഞ്ഞ മദ്യം, അതായത് ലോ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള ഈ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്തണമെങ്കിൽ ആര് തീരുമാനിക്കണം? എക്സൈസ് വകുപ്പ് തീരുമാനിക്കണം. ശരിയാണ് ലിജു പറഞ്ഞത്, എക്സൈസ് വകുപ്പ് തീരുമാനിക്കണം. അല്ലാതെ ഈ ബജറ്റിൽ വില കുറച്ചു എന്നുള്ളത് വിൽക്കാൻ പറ്റില്ല. ബജറ്റിൽ നികുതി നിശ്ചയിച്ചു എന്നുള്ളത് കൊണ്ട് ഇത് വിൽക്കാൻ പറ്റില്ല. വിൽക്കണമെങ്കിൽ ആര് തീരുമാനിക്കണം? എക്സൈസ് വകുപ്പ് തീരുമാനിക്കണം. എക്സൈസ് വകുപ്പ് തീരുമാനിക്കണമെങ്കിൽ അതിന്റെ മുമ്പ് ഒരു നയം വേണം. മദ്യനയം UDF ഉണ്ടാക്കണം. ആ മദ്യനയം UDF ഉണ്ടാക്കും. എങ്ങനെ ഉണ്ടാക്കും? വിവിധ മേഖലകളിലെ ജനങ്ങളുമായി ചർച്ച ചെയ്ത്, അതായത് മദ്യവിരുദ്ധ സമിതിക്കാരുണ്ട്, മദ്യവർജന സമിതിക്കാരുണ്ട്, പള്ളിയിലച്ചന്മാരുണ്ട്, പിന്നെ ആരാണ് ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ നേതാക്കളുണ്ട്, ഘടകകക്ഷികളുണ്ട്. ഇവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു സമവായം ഉണ്ടാക്കിയിട്ട് ഒരു മദ്യനയം ഉണ്ടാക്കും. ശരി, ഈ മദ്യനയത്തിൽ ഇങ്ങനെ ലോ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള മദ്യം വിൽപ്പന നടത്താം എന്നാണ് തീരുമാനമെങ്കിലും എക്സൈസ് വകുപ്പ് തീരുമാനിക്കുകയാണ് ഇത് വേണ്ട, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ബെക്കാഡി കമ്പനിക്കാര് എക്സൈസ് കമ്മീഷണർക്ക് അപേക്ഷ നൽകണം. എന്താണ്? ബെക്കാഡി കമ്പനിക്കാർ എക്സൈസ് കമ്മീഷണർക്ക് ഒരു അപേക്ഷ നൽകണം. ഈ മദ്യം ഞങ്ങൾക്ക് ഇവിടെ വിൽക്കാൻ അനുവാദം തരണം. അത് കഴിഞ്ഞിട്ട് ഇവർ ഇതിന്റെ ബ്രാൻഡ് രജിസ്ട്രേഷൻ ചെയ്യണം. ഈ ബ്രാൻഡ്, ഈ ബെക്കാഡി കമ്പനിയോ ഏതെങ്കിലും കമ്പനി ആകട്ടെ, അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന മദ്യത്തിന്റെ ബ്രാൻഡ് നെയിം അവർ രജിസ്റ്റർ ചെയ്യണം. ഇത്തരം കടമ്പകൾ കിടക്കാനുണ്ട്. ഇതൊക്കെ ചെയ്യേണ്ടത് എക്സൈസ് വകുപ്പാണ്. ഇപ്പൊ എക്സൈസ് വകുപ്പ് തീരുമാനിക്കാണ് വേണ്ട, ഇത് വേണ്ട, ഇതുകൊണ്ടുള്ള ലാഭം നമുക്ക് വേണ്ട എന്ന് എക്സൈസ് വകുപ്പ് തീരുമാനിച്ചാൽ തീർന്നു.
ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. ഇത് ഇത് എന്തിനാ കത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോഴിതാ പല ചാനലുകളും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. കൈരളി ചാനലൊക്കെ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്. അത് കഴിഞ്ഞ റിപ്പോർട്ടർ ചാനലിൽ മാധു പറയുന്ന ഒരു കാര്യം, ലിജു പറഞ്ഞത്രേ, ഇത് ഞാൻ സമ്മതിക്കില്ല, ഇത് വിൽപ്പന നടത്താൻ എക്സൈസ് വകുപ്പ് സമ്മതിക്കില്ല. എക്സൈസ് വകുപ്പ് ഇത് വിൽപ്പന നടത്താൻ സമ്മതിക്കില്ല എന്ന് ലിജു പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ എക്സൈസ് വകുപ്പ് പിരിച്ചുവിടുക നല്ലത് എന്നെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഈയിടെ എക്സൈസ് വകുപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ എക്സൈസ് വകുപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് വിൽപ്പന നടത്താനാണോ, അല്ലെങ്കിൽ മിൽമ പാല് വിൽപ്പന നടത്താനാണോ ഇവിടെ എക്സൈസ് വകുപ്പ്? എക്സൈസ് വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ മദ്യക്കച്ചവടത്തിനാണ്. ലിജുവിന്റെ വകുപ്പിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കള്ളു കച്ചവടമാണ്. അല്ലാതെ ലിജുവിന്റെ വകുപ്പ് ഇവിടെ എന്താ പറയാ ഗാന്ധിസം പ്രസംഗിക്കാനും മദ്യവർജനവുമായി മുന്നോട്ട് പോകാനാണോ എക്സൈസ് വകുപ്പ്? ഇനി അങ്ങനെയാണ്, അതായത് കോൺഗ്രസ് മദ്യവർജനത്തിനാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് ആദർശ ധീരന്മാർ. നമ്മളെ സുധീരനൊക്കെ അങ്ങനെ പറയുന്നത്. കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ഞങ്ങൾ മദ്യവർജനമാണ്. എടോ എന്നാ എക്സൈസ് വകുപ്പ് പിരിച്ചുവിടോ. നിങ്ങൾക്ക് എന്തിനാ പിന്നെ എക്സൈസ് വകുപ്പ് കള്ളു കച്ചവടം ചെയ്യാൻ നിർത്തി പോരെ? എന്ത് വിഡ്ഢിത്തങ്ങൾ പറയുന്നത്, എന്ത് വിഡ്ഢിത്ത പറയുന്നത്. കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകണ്ടേ? കാലത്തിന് മുന്നേ പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നിങ്ങൾക്കുള്ളത് അല്ലേ? വി ഡി സതീശൻ എന്ന് പറയുന്നത് പുതുയുഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പുതുയുഗ എന്താ പറയാ പുതുയുഗ നികുതി സമ്പാദന മാർഗങ്ങളല്ലേ, പുതുയുഗ സാമ്പത്തിക മാർഗങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക വരുമാനം എങ്ങനെയാണ്, വരുമാന സ്രോതസ്സുകൾ ആ രീതിയിൽ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന അദ്ദേഹം അങ്ങനെ ഒരു മുഖ്യമന്ത്രി അല്ലേ? അപ്പൊ ലിജു അങ്ങനെയല്ല പറഞ്ഞത്. അതാണ് ഇവിടെ കുറേ ഈ നക്കിത്തീനി പറ്റിത്തീനി മാധ്യമ പ്രവർത്തകരാണ് ഒന്നാമത് ഈ ഇങ്ങനെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത്. ഒന്ന് സുധീരനെ പോലുള്ള വിഷജന്തുക്കളുണ്ട് ഒരു ഭാഗത്ത്, ശരി തന്നെ, സുധീരനെ പോലുള്ള വിഷജന്തുക്കളുണ്ട്. മറ്റൊരു ഏറ്റവും വലിയ സമാധാനം എന്താണെന്നറിയോ? കോൺഗ്രസിനുള്ളിലുള്ള 99.99% ഇയാളെ തെറി പറയാണ്. നിങ്ങളൊന്ന് നോക്കണം. ഈ വി എം സുധീരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനൊക്കെ അടിയിൽ പെറ്റ തള്ള സഹിക്കൂല. ആ കമന്റുകളൊക്കെ വായിച്ചാൽ ഇയാളത് വായിക്കുന്നുണ്ടോ എന്നറിയില്ല. വായിക്കുന്നുണ്ടെങ്കിൽ ഇയാൾ പിന്നെ പുറത്തിറങ്ങൂല. അമ്മാതിരി എന്താ പറയാ തെറിവിളികളാണ് സുധീരനെതിരെ. സുധീരൻ പറഞ്ഞതിന് ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ലിജു പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇത് ബെക്കാടി കമ്പനിക്ക് ഇവിടെ വിൽപ്പന നടത്തണമെങ്കിൽ ബെക്കാടി കമ്പനി എക്സൈസ് കമ്മീഷണർക്ക് അപേക്ഷ നൽകണം. അത് കഴിഞ്ഞിട്ട് ബ്രാൻഡ് രജിസ്ട്രേഷൻ അപേക്ഷ നൽകണം. അത് കഴിഞ്ഞിട്ട് വിൽക്കണോ വേണ്ടേ, അതായത് ഇത് അംഗീകരിക്കണം, ഇവരുടെ അപേക്ഷ സ്വീകരിക്കണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? എക്സൈസ് വകുപ്പാണ്. മറ്റൊന്നും ഇവിടെ എക്സൈസ് വകുപ്പിന് മാത്രമായി തീരുമാനിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ മുഖ്യമന്ത്രിയുടെ കൂടി എന്ത് വേണം, അവരുടെ ഇത് ലിജുവിന് മാത്രം അങ്ങോട്ട് തീരുമാനിക്കാൻ പറ്റും. എല്ലാം ഒരു കൂട്ടായ്മയുടെ ഭാഗമല്ലേ അല്ലേ? വി ഡി സതീശൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് UDF ടീമാണ്, ടീം UDF അല്ലേ? ടീം UDF എന്ന് പറയുമ്പോൾ ലിജുവിൻ്റെതായ അഭിപ്രായത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇത് എല്ലാവരുമായി യോജിച്ചുള്ള ഒരു പ്രവർത്തനം വേണ്ടത്. ഇന്നത്തെ ദേശാഭിമാനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആകെ പ്രശ്നമാണ് അല്ലേ? സതീശനെതിരെ എങ്ങനെയാണ് പറഞ്ഞത്? സതീശനെതിരെ കോൺഗ്രസും ഘടകകക്ഷികളും ഏത് ആകെ സുധീരൻ മാത്രമാണ് ഒച്ചപ്പാടുണ്ടാക്കുന്നത്. സുധീരൻ മാത്രമാണ് ഒച്ചപ്പാടുണ്ടാക്കുന്നത്. ഞാൻ ഇന്ന് 1-2 വീഡിയോ ഞാൻ ചെയ്തു. ആ വിഷജന്തുവിനെ പിടിച്ച് പുറത്താക്കുക വേണ്ടത് എല്ലാവരും പറയുന്നുണ്ട്. ഇയാളെ പിടിച്ചാണ്ട് കളയണമെന്നേ പാർട്ടിന്ന്. എന്ത് കോൺഗ്രസിന് എന്ത് നഷ്ടം വരിക? സുധീരനെ പിടിച്ച് പുറത്താക്കിയാൽ ഇയാള് സി പി എമ്മിന്റെ ചാരനല്ലേ, ഒറ്റുകാരനല്ലേ? ഇയാൾ കരിങ്കാലിപ്പണിയല്ലേ ഇയാൾ നടത്തുന്നത് അല്ലേ? അതിനേക്കാൾ ഉചിതമായ ഒരു പദമുണ്ട്. എനിക്ക് തോന്നുന്നു ഷാദിൻ സ്കറിയാണ് ആ വാക്ക് ഉപയോഗിച്ചത്. കരിങ്കാലി. ഇയാൾ നടത്തുന്നത് കരിങ്കാലിപ്പണിയല്ലേ? ഈ പാർട്ടിക്കുള്ളിൽ നിന്നിട്ട് ഇത്രയും ജനോപകാരപ്രദമായ ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ചുള്ള സർക്കാർ വന്നിട്ട് ഈ 35 ദിവസം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ചൊറിയാണ്. ഇയാൾക്ക് അഭിപ്രായം പറയണമെങ്കിൽ ഇയാൾക്ക് നേരിട്ട് കണ്ട് സതീശന്റെ മുന്നിൽ പോയി പറഞ്ഞൂടെ? എനിക്ക് മനസ്സിലാവട്ടെ. ഞാൻ നേരത്തെ ചോദിച്ചതാണ്. ഇയാൾ വലിയ ആദർശ ധീരൻ ആണ്, ശരി തന്നെ. ഇയാൾക്ക് ഇവിടെ മദ്യം വേണ്ടെങ്കിൽ ഇയാള് വി ഡി സതീശന്റെ മുറിയിൽ പോയിരുന്നിട്ട് വി ഡി സതീശന്റെ മേശയ്ക്ക് ഇരുന്നിട്ട് അഭിമുഖമായിരുന്നിട്ട് പറയണം, ഹലോ മിസ്റ്റർ സതീശൻ, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പറയാ. അതല്ലാതെ ഇയാള് ഈ ഒച്ചമ്പേൾ ഉണ്ടാക്കി കണ്ട് പത്രക്കാരുടെ മുമ്പിൽ ഇയാൾ പറയണം. പത്രക്കാരുടെ മുമ്പിൽ പറയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുത്തിത്തിരിപ്പെന്നല്ലേ പറയാ? അപ്പൊ അയാൾ പറയട്ടെ. ഇത് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു വളരെ വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പറഞ്ഞത്, കോൺഗ്രസ്സുകാര് വി എം സുധീരനെ പിടിച്ച് പുറത്തിട്ടില്ല എങ്കിൽ
വി.ഡി. സതീശൻ സർക്കാർ 5 വർഷം പൂർത്തീകരിക്കില്ല. എഴുതി വെച്ചതെന്നാണ് പറയുന്നത്. ഉമ്മൻചാണ്ടിയെ അട്ടിമറിച്ച പോലെ വി.ഡി. സതീശൻ സർക്കാരിനെയും ഈ വിഷജന്തു അട്ടിമറിക്കും. കാരണം ഇന്നിപ്പോ ദേശാഭിമാനിയുടെ ഈ പറയുന്ന ഇവരുടെ കോലാഹലങ്ങൾക്ക് ഡീലെന്ത്, സതീശനെതിരെ കോൺഗ്രസും ഘടകകക്ഷികളും ഡീലെന്ത്, ഈ വാർത്തയുടെ പകുതി ഭാഗവും വി.എം. സുധീരനാണ്. വി.എം. സുധീരൻ ഈ പത്രക്കാരോട് പറഞ്ഞ ഈ ഒരു കാര്യം ബേസ് ചെയ്തിട്ടാണ് ദേശാഭിമാനി വാർത്തകൾ ഉണ്ടാക്കുന്നത്. ദേശാഭിമാനി മാത്രം, കൈരളി ടിവിയും റിപ്പോർട്ടർ ടിവിയും ഒക്കെ വാർത്തകൾ ഉണ്ടാക്കുന്നത്, ബിഗ് ടിവിയും ഒക്കെ വാർത്തകൾ ഉണ്ടാക്കുന്നത് ഈ വി.എം. സുധീരന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ്. എന്ന് പറഞ്ഞാൽ കത്തിക്കാൻ വേണ്ടിയിട്ട് മരുന്നിട്ട് കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കരുത്. ഏതെങ്കിലും നേതാവ് ചെയ്യോ സ്വന്തം പ്രസ്ഥാനത്തെ തകർക്കുക, അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു പ്രശ്നമില്ലാന്നേ, ഒരു പ്രശ്നമില്ലാത്തടത്തില് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയാം. അതായത് ഇവിടെ വീര്യം കുറഞ്ഞ മദ്യം, അതിനൊരു ടാക്സ് നിശ്ചയിച്ചു. ശരി, ഈ UDF ഈ നയം രൂപീകരിക്കട്ടെ, മദ്യനയം രൂപീകരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ലിജുവിന്റെ അടുത്തേക്ക് പോകട്ടെ. ലിജു ഈ ഒരു മദ്യം ഇവിടെ വിൽപ്പന നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ വിൽപ്പന നടത്തട്ടെ. ഇനി അല്ലെങ്കിൽ വേണ്ടാന്നേ. ഇനി വേറൊന്ന് ഇതിപ്പോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആകെ സതീശൻ ചെയ്തത് നികുതി കുറച്ചു എന്നാണ്. നമ്മൾ സാധാരണ നികുതി കൂട്ടിയെന്നാണല്ലോ. നികുതി കൂട്ടിയതിന്റെ പേരിലാണല്ലോ ഒച്ചപ്പാട് പേടും. ഇതല്ല, സതീശൻ നികുതി കുറച്ചു. അപ്പൊ അവസാനം ഇപ്പൊ സതീശൻ നികുതി ഇപ്പൊ കൂട്ടിയെന്ന് വിചാരിക്കാം. ഇവരുടെ ആവശ്യം നികുതി കുറച്ചു എന്നുള്ളതാണ്. ശരി, 251 തന്നെ. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് തൃപ്തിയാവും. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതാണ്, അതായത് LDFകാർക്ക്, അതായത് CPMന് സതീശൻ എന്താ പറയാ, ഈ മദ്യനയം വന്നു. മദ്യനയത്തില് ഈ പറയുന്ന ഈ വീര്യം കുറഞ്ഞ ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യം വിൽക്കാൻ തീരുമാനമായി. അപ്പൊ സതീശൻ പറയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നികുതി ആണ്ട് കൂട്ടിക്കളാം. നിങ്ങൾക്കെല്ലാം നികുതി കുറച്ചുകൊണ്ട് ഖജനാവിന് 600 കോടി. എനിക്ക് മനസ്സിലായില്ല ഈ 600 കോടി എങ്ങനെയാണ് നഷ്ടം ഉണ്ടാകുന്നത്. നികുതി കുറച്ചുകൊണ്ട് 600 കോടി നഷ്ടം എന്നാണ് MV ഗോവിന്ദനൊക്കെ പറയുന്നത്. 600 കോടി നഷ്ടം. ശരി, സതീശൻ പറയാണ്, എന്താ പറയാ, നികുതി നമുക്കാണ്ട് കൂട്ടാം, 251% നികുതി കൂട്ടാം. എന്താ സംഭവിക്കാൻ വന്നത്? അതോടുകൂടി CPM മിണ്ടാതിരിക്കുമോ? എവിടെ മിണ്ടാതിരിക്കാൻ? അപ്പോഴവര് പറയുന്നതായിരിക്കും, ഓ ഇവിടെ മദ്യം ഒഴുക്കുകയാണ് എന്നായിരിക്കും പറയാം. മദ്യം ഒഴുക്കുകയാണ് എന്നായിരിക്കും പറയാം. എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ പറഞ്ഞ പോലെ, അതായത് ഈ അച്ഛനും മകനും കഴുതയെ കൊണ്ടുപോയ പോലെ കഴുതയെ നടത്തിക്കൊണ്ടുപോയ കുഴപ്പം, കഴുതന്റെ മേലെ അച്ഛനെ കയറ്റിക്കൊണ്ടുപോയ കുഴപ്പം, കഴുതന്റെ മേലെ മകനെ കയറ്റിക്കൊണ്ടുപോയ കുഴപ്പം, ആരെയും കഴുതന്റെ മേലെ കയറ്റാതെ കഴുതനെ നടത്തിക്കൊണ്ടുപോയ കുഴപ്പം, അവസാനം മുളമ്പില് കഴുതനെ കെട്ടിയിട്ടിട്ട് ഈ എന്താ പറയാ, കഴുതനെ താങ്ങി പിടിച്ച് അച്ഛനും മോനും കൂടി നടന്നു പോയ കയ്യടി. സതീശൻ ഈ മരമണ്ടത്തിൽ നിൽക്കില്ല, നമുക്കൊക്കെ അറിയാം. ലിജു നിൽക്കില്ല. ലിജുവും സതീശനും തമ്മിൽ ഇങ്ങനെ കൊമ്പ് കോർക്കുന്നില്ല, അല്ലേ? ലിജു ആദ്യമായിട്ടാണ് മന്ത്രിസഭയിലേക്ക് വരുന്നത്. ഈ ഏറ്റവും വിവാദപരമായ ഒരു വകുപ്പിനെ കിട്ടും ചെയ്തു. ഇതില് ഒരു തർക്കത്തിന് സ്കോപ്പില്ലാന്നേ. ഇവര് വെറുതെ ഇങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. വല്ല കാര്യമുണ്ടോ? ആർക്ക് പ്രയോജനമേ? എല്ലാ ദിവസവും വൈകുന്നേരം ചാനൽ ചർച്ചകൾ, മദ്യത്തിന് വില കുറച്ചു, സതീശൻ വില കുറച്ചു, സതീശൻ ഞാൻ കൂട്ടാൻ പോവുക, സതീശൻ നികുതിയാണ് കൂട്ടാൻ പോകാൻ വിചാരിക്കും. ഒന്നും സംഭവിക്കില്ല. മറ്റൊന്ന്, ഈ മദ്യം വാങ്ങുന്ന ആൾക്കാർ, ഈ വീര്യം കുറഞ്ഞ മദ്യം വാങ്ങുന്ന ആൾക്കാർ, താല്പര്യമുള്ള ആൾക്കാരൊക്കെ വാങ്ങും. ഒരു മദ്യത്തിന് ഇപ്പൊ 50 രൂപ അല്ലെങ്കിൽ 100 രൂപയോ 200 രൂപയോ ഒരു മദ്യത്തിന് കൂടി എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആരും വാങ്ങാതിരിക്കുന്നില്ല. ആവശ്യമുള്ള ആൾക്കാർ വാങ്ങും. അതല്ലാതെ ഇവർ പറയുന്ന കുട്ടി ഈ എന്താ പറയാ, ഈ ചീപ്പ് വർത്താനം പറയണം. അതാണ് ഇത്. മാർക്കറ്റിൽ അപ്പോഴത്തേക്ക് കുട്ടിയേക്ക് വാങ്ങാൻ കിട്ടും. കുട്ടിയേക്ക് എങ്ങനെ വാങ്ങാൻ കിട്ടുക? ഇത് പെട്ടിപ്പീടിയിലൊന്നും വിൽക്കില്ലല്ലോ. ഇത് ബീവറേജ് ഷോപ്പിലല്ലേ വിൽക്കുക. ബീവറേജ് ഷോപ്പിലും ബാറിലാണ് വിൽക്കുക. ഇപ്പം വിൽക്കുന്ന പോലെ കുട്ടികൾ പോയിക്കാണ്ട് ബാറിൽ പോയിക്കാണ്ട് കുട്ടിയെ അടിക്കാൻ പറ്റുമോ? ബീവറേജസിന്റെ കുട്ടിയൊക്കെ ലൈനിൽ നിന്ന് കണ്ട് വാങ്ങാൻ പറ്റുമോ? പിന്നെ പറയുന്നത് സ്ത്രീകൾക്ക് എനിക്ക് വലിയ രസം തോന്നിയത്, ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, വസന്ത് ശ്രീയെ കാണു തോന്നുന്നു പറഞ്ഞത്, നിങ്ങൾ ഈ സ്ത്രീകൾ എന്ന് എന്തിനാ പറയുന്നത്? ഇത് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയ പ്രയോഗമാണ്. എന്താ സ്ത്രീകൾക്ക് മദ്യപിച്ചൂടെ? ഈ വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മദ്യപാന ആസക്തി കൂടിക്കൊട്ടെന്നെ. ഇതെന്താ അവിടെ പുരുഷന്മാർക്ക് മാത്രമേ മദ്യപിക്കാൻ പറ്റുള്ളൂ, സ്ത്രീകൾക്ക് മദ്യപിക്കാൻ പറ്റില്ല? ഇവിടെ ആരാ പറഞ്ഞത്? അങ്ങനെ വല്ല നിയമമുണ്ട്
നമ്മളെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ പുരുഷന്മാർക്ക് മാത്രമേ മദ്യപിക്കാൻ പറ്റുള്ളൂ, സ്ത്രീകൾക്ക് മദ്യപിക്കാൻ പറ്റില്ല എന്ന് ആര് എവിടെ പറഞ്ഞിട്ടുണ്ട്? എന്താ ഈ ബീവറേജസിന്റെ ലൈനിൽ സ്ത്രീകൾ പോയി നിന്നൂടെ? എത്ര സ്ത്രീകൾ നിൽക്കാറുണ്ട് ബാറുകളിൽ? സ്ത്രീകൾക്ക് പോയി എത്ര സ്ത്രീകൾ പോയി മദ്യപിക്കാറുണ്ട്? ഇത് സ്ത്രീകൾക്ക് എന്തോ മദ്യപിക്കാൻ, സ്ത്രീകളെ മദ്യപാന ആസക്തരാക്കുന്നു. സ്ത്രീകൾ നല്ല വീര്യം കൂടിയ മദ്യം കഴിക്കുന്ന സ്ത്രീകളുണ്ട്, വീര്യം കുറഞ്ഞ മദ്യം കഴിക്കുന്ന സ്ത്രീകളുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റഡ് ആയ ഒരു പ്രസ്താവന തന്നെയാണ്. സ്ത്രീകൾ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ നിങ്ങൾക്ക് ചപ്പടാച്ച് വർത്താനം പറയില്ലാന്നേ. നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാം. കുട്ടികൾക്ക് എന്തായാലും ഇപ്പൊ എങ്ങനെയാണോ കുട്ടികൾക്ക് ഈ വീര്യം കൂടിയ മദ്യം കുട്ടികൾക്ക് പ്രാപ്യമല്ല, കുട്ടികൾക്ക് വാങ്ങാൻ പറ്റില്ല. കുട്ടികൾ ഇനി വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞയച്ചുകൊണ്ട് വാങ്ങുകയാണെങ്കിൽ അത് ഇപ്പോഴും സംഭവിക്കും, പണ്ടും സംഭവിക്കും, ഇനിയുള്ള കാലത്തും സംഭവിക്കും. അത്രയേ ഉള്ളൂ. അതായത് സ്ത്രീകൾ മദ്യപിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവര് ബീവറേജസിന്റെ ലൈനിൽ പോയി നിൽക്കും, അവര് വാങ്ങും, ബാറിൽ പോവും, അവര് വാങ്ങും, അത്ര തന്നെ. അതിലിപ്പോ എന്താണ് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ ഒരു ലോജിക്ക് എന്താണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രസക്തിയും ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഇവരിങ്ങനെ ചർച്ച ചെയ്ത് നമുക്ക് എന്തൊരു ഒരു അസഹിഷ്ണുത തോന്നും അല്ലേ ഈ ഒരു ചർച്ചയും കാര്യങ്ങളും. സതീശൻ പറഞ്ഞു കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു, ലിജു മറുപടി പറഞ്ഞു കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. കാത്തിരിക്കാം മദ്യനയം വരട്ടെ. ഇവര് ആ മദ്യനയം സ്വീകരിക്കില്ലേ എന്ന് കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. ഇനിയിപ്പോ വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ വിൽക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർ വീര്യം കൂടിയ ബക്കാഡിയുടെ ഓറഞ്ചോ വ്യത്യസ്ത ടേസ്റ്റുകളുള്ള ഈ ബക്കാഡിയുടെ മദ്യം വാങ്ങിയിട്ട് വെള്ളം ചേർത്തിട്ട് അല്ലെങ്കിൽ സോഡ ചേർത്തിട്ട് അവർ വീര്യം കുറഞ്ഞ മദ്യം കുടിക്കട്ടെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ശരി, ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.